ഹലോ നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ഇതൊരു മംഗോസ്റ്റിൻ പഴമാണ്. ഇതിനിവിടെ ഞെട്ട് 5 ഇതളുണ്ട്. ഇതിനകത്ത് 5 എണ്ണമാണെന്ന് നോക്കാം. അങ്ങനെ എല്ലാവരും പറയുന്നു. ഇവിടെ എത്ര എണ്ണം കാണുന്നു അത്ര അല്ലിയാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ പഴത്തിനെ സംബന്ധിച്ച് ഇത് ശരിയാണ്. ഇവിടെ 2 എണ്ണമുണ്ട്, ഇതിൽ 3 എണ്ണമുണ്ട്. അപ്പം നമുക്ക് ഇനി നോക്കാം. വേറെ 1-2 എണ്ണം കൂടെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇവിടെ 5 എണ്ണമായിരുന്നു, ഇതിനകത്തും 5 അല്ലിയാണ്. വേറൊരെണ്ണം ഇനി നോക്കാം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. കണ്ടോ, ഇതിന് എത്ര പൂവുണ്ടെന്ന് നോക്കി. 3 3 6 1 7 എണ്ണമുണ്ട്. ഇത് മുറിച്ച് നോക്കാം. ഇതിനകത്ത് 7 എണ്ണം ഉണ്ടോന്ന്. ഇപ്പം പഴുപ്പ് കുറവല്ലേ, മുറിയാൻ ഇച്ചിരി പാടാം. എന്നാലും നമുക്ക് മുറിച്ചല്ലേ പറ്റുള്ളൂ. ഈ കത്തിക്ക് പോകേണ്ടി വരുമോ? മറ്റേത് പക്ഷേ ഈ 7 എണ്ണം ശരിയാട്ടോ. എന്നാളത്തെ 4 എണ്ണം അല്ലായിരുന്നോ, അത് വലുതായിരുന്നു. ഇനി നമുക്ക് അടുത്ത ഒന്ന് നോക്കാം. ഇതിന് 6 ഇതളുള്ളത് ഇതിൻ്റെ ഈ തുമ്പത്തെ പൂവിന്. ഇത് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് 6 എണ്ണമാണോ എന്ന് കണ്ടോ. ഇത് പൊട്ടിച്ചു. ഇതിന് ശരിയാണ്. ഇതിനകത്ത് 2 എണ്ണം, ഇവിടെ 4 എണ്ണം. അപ്പോൾ ആദ്യത്തേത് 5 ആയിരുന്നു, പിന്നെ 7 ആയിരുന്നു, ഇതിപ്പോൾ 6. ഇതുണ്ട്. ഇതിൻ്റെ പൂവ് 6 അല്ലിയാണ്, ഇതിനകത്തെ കുരുവും 6 ആണ്. ഇനി ഒരെണ്ണം കേട്ടോ, ഇതും കൂടെ പഠിച്ചു നോക്കാം. ഇതും ആദ്യത്തെ പോലെ തന്നെ 5 എണ്ണമാണ്. ഇതിനും അത് 1 2 3 4 5 എണ്ണം. ഇതിനകത്തെ ഒരെണ്ണം വലിയ ഇതാണ്. ഇത് നട്ടാൽ കിളുക്കുന്ന വലിയ പരാഗണം നടന്ന കായാണെന്ന് തോന്നുന്നു. ഈ ഒരെണ്ണം വലുതും ബാക്കി 4 എണ്ണം ചെറുതും. അപ്പോൾ നമുക്കിത് ഉറപ്പിക്കാം, ഇതിൻ്റെ ഈ അറ്റത്തെ പൂവിൻ്റെ എണ്ണ അനുസരിച്ചാണ് ഇതിനകത്തെ അല്ലികളെന്ന്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതുപോലെയുള്ള ഇതിപ്പോൾ ഒരു മരത്തിൻ്റെ ഓട്ടോ ഞാൻ ഈ 4 കായും എടുത്തത്. ഈ വേറെ മരത്തിൻ്റെതിന് വ്യത്യാസം വരുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു മംഗോസ്റ്റിയുടേതിൻ്റെ നോക്കിയിട്ട് എല്ലാം അത് ഒരേപോലെ പൂവിൻ്റെ അല്ലിയുടെ എണ്ണവും അകത്തെ അല്ലിയുടെ എണ്ണവും ഒരുപോലെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെയൊക്കെയുള്ള ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കണം, നിരീക്ഷണങ്ങളും. അപ്പോൾ അടുത്ത ഇതുപോലെയുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.